children, welcome to my channel LKLS Maths Class. ഇന്ന് നമ്മൾ CBSEയുടെ Chapter 5 Arithmetic Progressionലെ 19th question ആണ് കേട്ടോ. See, Shubha Rao started work in 1995 at an annual salary of rupees 5,000 and received an increment of rupees 200 each year. In which year did his income reach 7,000 rupees 7,000? സോ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ശുഭാറാവു ഒരു ജോലി സ്റ്റാർട്ട് ചെയ്ത് 1995 അതിൽ ആനുവൽ സാലറി എത്രയായിരുന്നു? rupees 5,000 പിന്നെ എന്ത് ചെയ്തു? റിസീവ്ഡ് ആൻഡ് ഇൻക്രിമെൻറ്റ് ഓഫ് rupees 200 ഈച്ച് ഇയർ. ഓരോ വർഷത്തിലും ഇൻക്രിമെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് എത്ര രൂപയായിരുന്നു? അത് 200 വെച്ചിട്ടായിരുന്നു ഇൻക്രിമെൻറ്റ്. ക്ലിയർ? In which year did his income reach rupees 7,000? സോ ഇങ്ങനെയാണെങ്കിൽ ഈ 7,000 റുപ്പീസ് കിട്ടുന്ന ആ ഒരു വർഷം കണ്ടോ, ഏത് വർഷത്തിലായിരിക്കും rupees 7,000 കിട്ടുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള പോലത്തെ സെയിം ഫോമുല തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സസൈസ് 5.2 ആണ്, അതിൽ 19th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് എഴുതാം കേട്ടോ. എക്സസൈസ് 5.2 എത്രാമത്തെയാണ്? 19th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾക്കിവിടെ തന്നിട്ടുള്ള പ്രകാരം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആനുവൽ സാലറി ഓഫ് rupees 5,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് ടേമായിട്ട് നമുക്കതിനെ എടുക്കാം. എന്താണത്? rupees 5,000. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ആൻഡ് റിസീവ്ഡ് ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് 200 rupees 200 ഈച്ച് ഇയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 200 വെച്ചാണ് ഓരോ വർഷവും എന്ത് ചെയ്യുന്നത്? ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അവിടെ എന്താ എഴുതാം? അതിനെ ഡി ആയിട്ട് എടുത്തൂടെ? അതിന് മാറ്റങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല. സോ ഇവിടെ എത്രയാണ്? 200 rupees. ക്ലിയർ? ഇനി നെക്സ്റ്റ് വന്നേക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഒരു എപ്പോഴാണ് ഇൻ വിച്ച് ഇയർ ഡിഡ് ഹിസ് ഇൻകം റീച്ച് rupees 7,000 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു ലാസ്റ്റ് ടേമായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ അത് നമ്മുടെ എല്ലായിട്ട് rupees 7,000 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇൻകം റീച്ച്ഡ് ആഫ്റ്റർ n ഇയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഹിസ് ഇൻകം റീച്ച്ഡ്, സി ഹിസ് income reached rupees 7,000 ആഫ്റ്റർ, നമുക്കറിയാത്തതുകൊണ്ട് നമുക്ക് അതിന് എന്തെടുക്കാം? n ഇയേഴ്സ് എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഫോർമുല സി നമുക്ക് ലാസ്റ്റത്തെയാണ് കാണേണ്ടത്. സോ L = A + n - 1 × D. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലൊക്കെ നമ്മളിവിടെ എടുത്ത് എഴുതിച്ചിട്ടില്ലേ. അപ്പോൾ ആ വാല്യൂസൊക്കെ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം അല്ലേ. എല്ലിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? നമുക്ക് 7,000 then എന്താ എഴുതുക? ഈക്വൽ എ ആരാണ് ഇവിടെ? rupees 5,000. സോ അവിടെ 5,000 എ. ഇനി n-1 നമുക്ക് അറിയില്ല. സോ n-1 അങ്ങനെ തന്നെ കൊടുക്കുക. ദെൻ ഡിഫറൻസ് അറിയാമല്ലേ, 200. സോ 200. ക്ലിയർ ആയില്ലേ ഇത്രയും? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ n-1നെ നമുക്ക് ഈ n-1 × 200 എന്നാണ്. സോ ആ പാറ്റേൺ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം കേട്ടോ. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പാറ്റേൺ ഇപ്പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു ഈ 7,000 എഴുതാം. ദെൻ -5,000 ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എഴുതാം. ഓക്കെ, 7,000 ഇതിനെ ഇപ്പുറേക്ക് കൊണ്ടുവരാം. സോ -5,000. ഇതിപ്പോൾ കറക്റ്റ് ചെയ്ത് എഴുതിയാലും ഇങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പോലെ തന്നെ നമുക്ക് ചെയ്യാം. 7,000 - 5,000 ഈക്വൽ ടു ഈ 5,000 ഈക്വൽസ് അതിൻ്റെ ഇപ്പുറേക്ക് പോയപ്പോൾ എന്തായി? -5,000 ആയി. ക്ലിയർ ആയല്ലോ? ബാക്കി എന്താ നമുക്കിവിടെ ഉള്ള? n-1 × 200 മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 7,000 നിന്ന് 5,000 പോയാൽ നമുക്കറിയാമല്ലോ എത്രയാണ് കിട്ടുന്നതെന്ന്. 2,000 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഈക്വൽ ടു n-1 × 200. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടോ, n-1 × 200 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 200നെ നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2,000 ഇവിടെ ഇൻറ്റു എന്നാണ്. സോ ഇൻറ്റു ഇപ്പുറേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അതെന്തായി? ഡിവിഷനായിട്ട് മാറി. ഈക്വൽ ടു n-1. കണ്ടോ, ഇതിനെ ഇപ്പുറേക്ക് കൊണ്ടുവന്നപ്പോൾ ബാക്കി ഇനിയുള്ളത് n-1 മാത്രമാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ
ഈ സീറോസൊക്കെ നമുക്കങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ, ഇതിലും പോവില്ലേ 10 ടൈംസ്. സോ നമുക്ക് എന്താ കിട്ടിയത്, 10 = n-1 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ, മൈനസ് ആണ് കേട്ടോ, n-1. അപ്പോൾ എന്താ, ഇനി ഈ 1നെ നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരാം. ക്ലിയർ ആയോ? അപ്പോൾ 10 ഈ 1നെ ഇപ്പുറേക്ക് കൊണ്ടുവന്നാൽ അത് എന്തായിട്ട് മാറും, +1 ആവും, = n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 11 = n. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore n = നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, 11 ആണ്. അപ്പോൾ hence his income reached, നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ എഴുതാം അല്ലേ, hence his income reached, എത്രയാണ് വേണ്ടത്, ₹7,000. എപ്പോഴായിരിക്കും വരുന്നത്, ഇൻ എത്രയാണ് നമുക്ക് കിട്ടിയത്, 11th ഇയർ. കണ്ടോ, അപ്പോൾ ഇത്രാമത്തെ വർഷമാകുമ്പം ഇത്രയും രൂപ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ ദിവസം? ഓക്കെ. അപ്പം നമ്മുടെ എക്സസൈസ് 5.2-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് കേട്ടോ. 28th ക്വസ്റ്റ്യനാണ്. Ramkali saved ₹5 in the first week of the year and then increased her weekly savings by 1.75 rupees. And if in the nth week her weekly savings become 20.75, അതായത് ₹20.75 ഫൈൻഡ് n. കണ്ടോ, അപ്പോൾ ഇഫ് ഇൻ ദ nth വീക്ക്, ഏതോ ഒരു വീക്കിൽ എത്തുമ്പോൾ നമുക്കറിയില്ല അതാരാന്നല്ലേ, ഹർ വീക്ക്ലി സേവിങ്സ് ബിക്കംസ് ₹20.75 എന്നാണ്, 75 പൈസ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെപ്പോഴാണെന്നുള്ളതാണ്, എന്നാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. ഇതങ്ങോട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സേവ് ചെയ്തത്, എത്രയാണ്, ₹5 ആണല്ലേ. ഫസ്റ്റ് വീക്ക് ഓഫ് ദ ഇയറിലാണ് ഇത് ₹5 സേവ് ചെയ്തത്. അപ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, എ ആയിട്ട് എടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ഇവൾ ചെയ്തിരിക്കുന്നത്, ഇൻക്രീസ്ഡ് ഹർ വീക്ക്ലി സേവിങ്സ് ബൈ 1.75 ആണ്. അപ്പോൾ ₹1.75 പൈസ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻക്രിമെൻറ്റ് വരാൻ തുടങ്ങി. സോ ഇതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഈ പറഞ്ഞ 1.75നെ ഡി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എ ആയിട്ട് എടുക്കാം, ഇത് നമ്മളെ എന്തായിട്ട് എടുക്കാം, ഡി ആയിട്ട് എടുക്കാം. ക്ലിയർ ആയല്ലോ അതത്രയും. അപ്പോൾ ഈ പറയുന്നത് എന്തായിട്ടായിരിക്കും, AN അല്ലേ, കാരണം എപ്പോഴാണ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് AN അല്ലേ വരിക. അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലായല്ലേ. അപ്പോൾ നമുക്ക് ആ ഫോമിൽ അങ്ങ് അപ്ലൈ ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. വളരെ എളുപ്പമാണ്. നമ്മൾ ഇത്രയും നാളും പഠിച്ച ഇക്വേഷൻസ് എല്ലാവർക്കും അറിയാലോ, ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ എ എന്ന് പറയുന്നത് കേട്ടോ 20th ക്വസ്റ്റ്യനാണ്. സോ A = എത്രയാണ് നമുക്ക് എഴുതേണ്ടത്, ₹5. ക്ലിയർ ആയല്ലോ. ഇനി ഡി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇൻക്രിമെൻറ്റ് ചെയ്തു അല്ലേ, എത്ര പൈസ വെച്ചായിരുന്നു, ₹1.75 വെച്ചിട്ടായിരുന്നു പിന്നെ അത് കൂട്ടിയെടുത്തത്. ഇനി നമുക്ക് എന്താ ഉള്ളത്, AN ഉണ്ടല്ലോ. A എന്ന് പറയുന്നത് എത്രയാണ്, ₹20.75. ഓക്കെ. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ ഇക്വേഷൻ എടുക്കാം. AN = എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, A + n-1 × D. ഇതായിരുന്നു നമ്മളെടുത്തത്. അപ്പോൾ നമുക്ക് ANൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 20.75 കൊടുക്കാം. Aയുടെ സ്ഥാനത്ത് ആരാണ്, 5 + n-1 നമുക്കറിയോ, അറിയില്ല അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, n-1 കൊടുക്കാം. ഡിഫറൻസ് അറിയാലോ, എത്രയായിരുന്നു നമ്മുടെ ഡിഫറൻസ്, 1.75. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ആദ്യമേ തന്നെ എന്താ ചെയ്യേണ്ടത്, ഈ 5നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ 5നെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതേ നോക്കിയേ, 20.75 ഇതിപ്പുറേക്ക് വരുമ്പോൾ എന്തായി, -5 = എന്ത് വരും, n-1 × 1.75. ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും സബ്ട്രാക്ട് ചെയ്യുക, ചില കുട്ടികൾ എന്ത് ചെയ്യും, തെറ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിട്ടൊക്കെ സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. കൃത്യമായിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20.75 - 5 ആണ്. 5 എവിടെ വരും, ഇവിടെ വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ 15 കിട്ടും. കണ്ടോ, ഈ 75 അങ്ങനെ തന്നെ വരും. ഇതിൽ നിന്ന് ഇങ്ങോട്ട് വന്നെടുക്കുമ്പോൾ 10 ആയി, 5 ദെൻ ബാലൻസ് എന്താ ഉള്ള 1. അപ്പോൾ 15.75 ആയി. ക്ലിയർ ആയല്ലോ അത്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം, 15.75 = n-1 × 1.75. ക്ലിയർ ആയല്ലോ, നന്നായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഇപ്പുറേക്ക് കൊണ്ടുവരണം അല്ലേ. നേരത്തെ ചെയ്ത പ്രോബ്ലം എങ്ങനെയാണ്, അതേപോലെ തന്നെയുള്ളൂ അല്ലേ. ഇവിടെയും ഇതിനെ ഇൻറ്റു ആണ്. അപ്പോൾ ഇൻറ്റു ഇപ്പുറേക്ക് വരുമ്പോൾ എന്ത് വരും, അത് ഡിവിഷനായിട്ട് മാറും. കറക്റ്റ്.
കണ്ടോ, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും 1.75 ഈക്വൽ ടു n-1. ക്ലിയർ ആയല്ലോ. ഇനി ഇതിനൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയായിരിക്കും നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? പോയിൻ്റൊക്കെ ഇട്ട് വന്നതുകൊണ്ട് ഇനി അതിനെ തെറ്റായിട്ടൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യണം കേട്ടോ. 15.75 നമ്മൾ എന്തും കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? 1.75 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇത് എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു തരട്ടെ. 1.75 × 9 ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടുക. കണ്ടോ, 9 5s are 45, ബാലൻസ് 4, 7 9s are 63 + 4 67, ബാലൻസ് 6, 1 × 9 9 + 6 എത്ര വരും? 15. കണ്ടോ, അപ്പോൾ ഇത് എത്ര ടൈംസാണ് പോകുന്നത്? ഇതിൽ 9 ടൈംസ് പോകും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 9 ഈക്വൽ ടു എന്താ കിട്ടുക? n-1. സോ ഇനി ഈ 1നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം അല്ലേ. സോ എത്ര കിട്ടും നമുക്ക്? 9. ഈ -1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? +1 ഈക്വൽ ടു n. സോ 9 + 1 ഈക്വൽ ടു 10. സോ നമുക്ക് പറഞ്ഞൂടെ therefore n ഈക്വൽ ടു വാട്ട്? 10 എന്ന്. കണ്ടോ, അപ്പോൾ നമ്മൾക്ക് എന്തെന്ന് പറയാം? ഹെൻസ് റിക്കോർഡ് വാല്യൂ ഓഫ് n ഈസ് 10 എന്ന് പറയാം അല്ലേ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എഴുതാം ഹെൻസ് ദ record value of n is what? 10. n is 10. കണ്ടോ, അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. കണ്ടോ, അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ സെയിം ഫോമിലേക്ക് അപ്ലൈ ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്ത് വന്നത് ഈ സമ്മ. അപ്പോൾ ഈ പറഞ്ഞ എക്സസൈസ് 5.2ലുള്ള എല്ലാം നമ്മളിവിടെ വെച്ച് തീർക്കാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് എന്താണ്? എക്സസൈസ് 5.3, അതായത് സം കാണാനായിട്ടുള്ളതാണ് കേട്ടോ. സം ഓഫ് nth ടേം കാണാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.